അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണ് ജുനിപ്പറിലെ കമ്മിറ്റ് കൺഫേം എന്നാണ്. ഓക്കെ, ലോഗിൻ ചെയ്യുക. ഫസ്റ്റ് CLI എഡിറ്റ്. കമ്മിറ്റ് കൺഫേം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടെമ്പററി ചേഞ്ചിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു കമ്മിറ്റ് കൺഫേം കൊടുത്തിട്ട് അവിടെ നമ്മളൊരു ടൈം എൻ്റർ ചെയ്യുകയാണെങ്കിൽ ആ കൊടുത്ത ടൈമിൻ്റെ ഉള്ളിൽ അത് റീകൺഫേം ചെയ്യുക. അതായത് ആക്ച്വലി ഒരു കമ്മിറ്റും കൂടെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് റോൾ ബാക്ക് ചെയ്യും. അപ്പോൾ അതിനു വേണ്ടിയാണ് കമ്മിറ്റ് കൺഫേം യൂസ് ചെയ്യുന്നത്. ഇത് കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നത് ഇപ്പോൾ റിസ്കി കോൺഫിഗറേഷനിലും പിന്നെ അതുപോലെ നമ്മുടെ റിമോട്ട് സൈറ്റിൽ, അതായത് റിമോട്ട് ആക്സസ് ഈ കാര്യങ്ങൾക്കാണ് ഇത് യൂസ്ഫുൾ ആകുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു ഇൻ്റർഫേസിന് ഒരു IP കൊടുക്കാൻ പോവുക. ഇപ്പോൾ IRB ഇൻ്റർഫേസിന് തന്നെ കൊടുക്കാം. സെറ്റ് IRB യൂണിറ്റ് 0 ഫാമിലി inet അഡ്രസ് 10.10.10.10/24. ഓക്കെ, ഇനി ജസ്റ്റ് ഒരു VLAനും കൂടെ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സെറ്റ് VLAN നെയിം ഞാൻ ജസ്റ്റ് VLAN 10 എന്ന് കൊടുത്ത് VLAN ID ഞാൻ 10 എന്ന് തന്നെ കൊടുത്തു. ഓക്കെ, എൻ്റർ ചെയ്ത്. ഇപ്പോൾ ഞാനിവിടെ ഒരു IRB ഇൻ്റർഫേസിന് ഒരു IP കോൺഫിഗർ ചെയ്ത് അതുപോലെ ജസ്റ്റ് VLAN 10 എന്ന് പറഞ്ഞൊരു VLAനും ക്രിയേറ്റ് ചെയ്ത്. ഇനി നമുക്ക് ഇതിനൊന്ന് കമ്മിറ്റ് കൺഫേം ആക്കാം. കമ്മിറ്റ് കൺഫേം കൊടുക്കാം. കമ്മിറ്റ് കൺഫേം. ഞാനിവിടെ വാല്യൂ ഒരു 1 കൊടുത്തു. ഓക്കെ, ഇതിപ്പോൾ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനിത് എൻ്റർ ചെയ്താൽ ഇത് രണ്ടും ടെമ്പററി ആയിട്ട് കോൺഫിഗർഡ് ആവും. പക്ഷേ ഈ കൊടുത്ത ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ മിനിറ്റാണ്. അപ്പോൾ ഈ ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ ഞാനൊരു ആക്ച്വൽ കമ്മിറ്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി റോൾ ബാക്ക് ആവും. ഇപ്പോൾ ഇവിടെ റോൾ ബാക്ക് ആയിക്കഴിഞ്ഞാൽ ഈ VLAനും ക്രിയേറ്റ് ചെയ്യപ്പെടില്ല, ഈ ഇൻ്റർഫേസിന് ഈ IPയും കോൺഫിഗർ ചെയ്യപ്പെടില്ല. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ കമ്മിറ്റ് കൺഫേം കൊടുക്കുന്നുണ്ട് 1 മിനിറ്റ്. ഇത് ബൈ ഡിഫോൾട്ട് കമ്മിറ്റ് കൺഫേം എന്ന് പറഞ്ഞാൽ 10 മിനിറ്റാണ്. ഓക്കെ, നമ്മൾ വാല്യൂ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ 1 മിനിറ്റ് കൊടുത്ത് നമുക്കിവിടെ കൊടുക്കാൻ പറ്റുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ കൊടുക്കാൻ പറ്റുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് മുതൽ 65,535 മിനിറ്റ് വരെ നമുക്കിവിടെ വാല്യൂ കൊടുക്കാൻ പറ്റും. ഇവിടെ നോക്കിയാൽ കാണാം നമ്പർ ഓഫ് മിനിറ്റ് അണ്ടിൽ ഓട്ടോമാറ്റിക് റോൾ ബാക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു 1 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ മെസ്സേജ് നോക്കിയാൽ കാണാം കോൺഫിഗറേഷൻ ചെക്ക് സക്സീഡ് ആണ്. കമ്മിറ്റ് കൺഫേംഡ് വിൽ ബി ഓട്ടോമാറ്റിക്കലി റോൾഡ് ബാക്ക് ഇൻ 1 മിനിറ്റ് അൺലെസ് കൺഫേംഡ്. ഓക്കെ, അതായത് 1 മിനിറ്റിൻ്റെ അകത്ത് ഒരു ആക്ച്വൽ കമ്മിറ്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി റോൾ ബാക്ക് ആവും. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം ഷോ ഇൻ്റർഫേസ് IRB. ഇപ്പോൾ IRBയിൽ ഒരു IP ആണ് നമ്മൾ കോൺഫിഗർ ചെയ്തത്. അതുപോലെ തന്നെ ഇവിടെ തന്നെ ഒരു മെസ്സേജ് വന്നിട്ട് കമ്മിറ്റ് കൺഫേംഡ് വിൽ ബി റോൾഡ് ബാക്ക് ഇൻ ലെസ് ദാൻ 1 മിനിറ്റ്. ഓക്കെ, അതുപോലെ ഞാനൊരു ഷോ VLAN കാണിച്ചു തരാം. ഷോ VLANs നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത VLAN 10 കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ അതുപോലെ ആ മെസ്സേജ് കാണിക്കുന്നുണ്ട്. അതായത് കമ്മിറ്റ് കൺഫേംഡ് വിൽ ബി റോൾഡ് ബാക്ക് ഇൻ ലെസ് ദാൻ 1 മിനിറ്റ്. ഇപ്പോൾ ഞാൻ 1 മിനിറ്റിൻ്റെ അകത്ത് ഒരു കമ്മിറ്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് റോൾ ബാക്ക് ആവും. എന്നിട്ട് ഈ VLAനും ക്രിയേറ്റ് ചെയ്യപ്പെടില്ല, അതുപോലെ ഈ IPയും ഈ ഇൻ്റർഫേസിന് അസൈൻ ആവില്ല. ഇത് കൂടുതലും ഹെൽപ്ഫുൾ ആവുന്നത് ഇപ്പോൾ ക്രിട്ടിക്കൽ കോൺഫിഗറേഷൻ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ റിസ്കി നെറ്റ്വർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ അതുപോലെ റിമോട്ട് നെറ്റ്വർക്കിലൊക്കെ നമ്മൾ റിമോട്ട് ആക്സസ് ചെയ്തിട്ട് കോൺഫിഗർ ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായൊരു കമൻ്റാണിത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നോക്കിയാൽ കാണാം ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഇപ്പോൾ 1 മിനിറ്റായിട്ട് നമ്മൾ കൺഫേം ഒന്നും കൊടുത്തില്ല, അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പം നോക്കിയാൽ കാണാം കമ്മിറ്റ് വാസ് നോട്ട് കൺഫേംഡ് ഓട്ടോമാറ്റിക് റോൾ ബാക്ക് കംപ്ലീറ്റഡ്. അതായത് നമ്മൾ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റ് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് റോൾ ബാക്കായി. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം സെയിം നേരത്തെ നമ്മൾ നോക്കിയ ഇൻ്റർഫേസിനുള്ള IP ഒന്ന് നോക്കിയാൽ ആ ഇൻ്റർഫേസിന് IP ഉണ്ടാവില്ല. ഇവിടെ കണ്ടോ,
ഇൻ്റർഫേസിന് IP ഇല്ല. അതുപോലെ VLAN ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ VLAനും ഇവിടെ കാണാൻ പറ്റില്ല. ഷോ VLANs അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ VLAN 10 എന്ന് പറഞ്ഞാൽ കാണുന്നില്ല. ഇവിടെ നേരത്തെ ഡീഫോൾട്ട് VLAനും VLAN 10 ഉണ്ടായിരുന്നു. VLAN 10 എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത VLAN. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡീഫോൾട്ട് VLAN മാത്രമേ ഉള്ളൂ, VLAN 10 കാണുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ജുനിപ്പറിൽ കമ്മിറ്റ് കൺഫേം